അവന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 8-9 വാക്യങ്ങൾ. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ എന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് വായിക്കുന്നത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഹല്ലേലൂയ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു. ലോകത്തിലുള്ള സകല ജനത്തോട് ദീർഘക്ഷമ കാണിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ പലപ്പോഴും വായിച്ച് ധ്യാനിക്കാറുള്ള വചനമാണ്. ഈ പ്രഭാതത്തിലും ഈ വചനത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളില് നാം ഉറപ്പുള്ളവരായിരിക്കണം, വിശ്വസിക്കുന്നവരായിരിക്കണം. കർത്താവ് വരും എന്ന് വാഗ്ദത്തം ചെയ്തവൻ തീർച്ചയായും വരും, അല്ലെങ്കിൽ താമസിക്കുകയില്ല എന്ന ഉറപ്പാണ്, വിശ്വാസമാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്രൈസ് ദി ലോർഡ്. ചില പഹയന്മാരൊക്കെ, വീരന്മാർ, ശൂരന്മാരൊക്കെ കർത്താവ് വന്നു പോയി എന്ന് പ്രസംഗിക്കുന്ന ആളുകളുണ്ട് ഈ വേദപുസ്തകം പിടിച്ചുകൊണ്ട്. ചിലര് ഞങ്ങളാണ് യേശുവെന്ന് പറഞ്ഞ് കോടികൾ ഉണ്ടാക്കിയ വിരുദ്ധന്മാരുമുണ്ട്. അവർ മരിക്കയില്ല, ഞങ്ങളാണ് ദൈവത്തിന്റെ അവതാരം ഞങ്ങളാണെന്ന് പറഞ്ഞവരൊക്കെ ഈ ലോകത്ത് മൺമറഞ്ഞ് ദ്രവത്വം പ്രാപിച്ചു. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന അനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. കർത്താവിനെ പോലും തിരസ്കരിക്കുന്ന, കർത്താവിന്റെ നാമത്തെ പോലും യേശുക്രിസ്തു എന്ന സത്യം ഇല്ല എന്ന് വാദിക്കുന്ന തന്ത്രശാലികളുമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പല മിടുക്കന്മാർ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം ബൈബിളിൽ കൂടെ ശക്തമായി വാഗ്ദത്തം തരുന്നത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കർത്താവ് വരാൻ താമസിക്കുന്നത്? അടുത്ത ഭാഗത്തുള്ള ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ ഇവിടുത്തെ നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരും സ്വയം അവതാരമെടുത്തിരിക്കുന്നവരും സ്വയം ദൈവങ്ങളാണെന്ന് പറയുന്നവരും, ഇവിടുത്തെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ഇവിടുത്തെ മതങ്ങളും മത നേതാക്കന്മാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും എല്ലാ കൊള്ളക്കാരും കൊള്ളത്തലവന്മാരും എല്ലാ വീരശൂര പരാക്രമികളും മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ് കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന് ഒരിക്കലും ഒരു മാറ്റമില്ല. ദൈവവചനം അർത്ഥത്തിന്റെ സമയത്ത് നടക്കും. കർത്താവ് വന്നു പോയി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന അനവധി ദുരുപദേശ സംഘടനകളുണ്ട്. പണങ്ങൾ കൊയ്യുന്നവര്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവവചനത്തെ നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിനെ പൂർണ്ണമായി ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവിന്റെ വരവിനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് സകല വചനങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള സകല വചനങ്ങളും നിറവേറുന്നു. ക്രിസ്തുവിനായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന് ഹല്ലേലൂയ എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എബ്രായ ലേഖനം 9-ാം അധ്യായം 27-28 വാക്യം ചേർത്ത് വായിക്കാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കിയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അനേകരുടെ പാപങ്ങളെ ചുമക്കാനാണ് കർത്താവ് ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ടത്. ഹല്ലേലൂയ. സ്തോത്രം. ഇനി പാപം വഹിക്കുവാനല്ല, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും.
ഇനി മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനല്ല യേശു മധ്യാകാശത്തിൽ വരുന്നത്. കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ജീവിത വിശുദ്ധിയിൽ വേർപാടിൽ വചനമനുസരിച്ച് പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇനിയും രണ്ടാമതായിട്ട് പ്രത്യക്ഷമാകുന്നത്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ഉറപ്പുള്ളവരായിരിക്കണമെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. അപ്പൊ തനിക്കായി കാത്തു നിൽക്കുന്നവർ എന്നിവിടെ പറയുമ്പോൾ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷിക്ക എന്ന് പറയുന്നതിനാൽ വിശ്വാസികളിൽ ജാഗരൂകരായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാനാണ് യേശു വരുന്നത്. വിശ്വസിക്കുന്നവരിൽ ജാഗരൂകരായി എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ തികഞ്ഞ പൂർണ്ണതയിൽ, വിശുദ്ധിയിൽ, വേർപാടിൽ, ലോകത്തിന്റെ മോഹങ്ങളിൽ, സുഖങ്ങളിൽ, ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്ക് ജഡത്തിന്റെ പ്രലോഭനങ്ങളിൽ, ഇവിടുത്തെ കാമവികാരങ്ങളില്, ദുർനടപ്പുകളില്, അശുദ്ധമായ ജീവിത സാഹചര്യങ്ങളിലൊക്കെ വീഴാതെ വിശുദ്ധിയോടെ കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി യേശു രണ്ടാമത് പ്രത്യക്ഷനാവും. ഹല്ലേലൂയ. അപ്പൊ ചിലർ പറയാറുണ്ട്, പക്ഷേ വിശ്വാസികളെ തരംതിരിക്കുകയല്ല ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോയ മഹാപുരോഹിതനെ കാത്ത് പ്രാകാരത്തിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ഇസ്രായേലിലാണെന്ന് നമുക്ക് ചില പരിഭാഷകളിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ അവരുടെ ചുറ്റുമുള്ള പുറംജാതികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ പ്രത്യാശയില്ലാത്ത അല്ലെങ്കിൽ ലോക ഇഷ്ടങ്ങളിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് കർത്താവിന്റെ വരവ് അവർക്ക് മറവാണ്. എന്നാൽ ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാർക്ക് കർത്താവിന്റെ വരവ് പ്രതീക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, ഈ ലോകത്തിൽ നിങ്ങൾ വേർപെട്ട് യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്ന് കർത്താവിനോടുകൂടെ ചേരുവാനുള്ള ആഗ്രഹമാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവൻ പാപം കൂടാതെ ഇനി രണ്ടാമതും പ്രത്യക്ഷമാവും. പാപം വഹിക്കുവാനല്ല, യേശു തന്റെ സഭയെ ചേർക്കാൻ. അപ്പൊ നാം ദൈവത്തിന്റെ വചനത്തിനകത്ത് ഉറപ്പുള്ളവരായിരിക്കണം. ഇപ്പൊ നമ്മൾ വായിച്ചത് എന്താണ്? ചിലർ ഹല്ലേലൂയ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ. ഈ വാക്യത്തിന്റെ ചരിത്ര വചനങ്ങൾ വായിച്ചാൽ 8 വാക്യം വായിക്കുമ്പോൾ മുകളിൽ വിവരിച്ച വിഷയത്തെക്കുറിച്ച് അഗാധമായി വേദപണ്ഡിതമായിരുന്ന C.H. സ്പർജന്റെ അഭിപ്രായം ശ്രദ്ധേയമാണ്. ശൈശവം, യൗവനം, വാർദ്ധക്യം എന്നീ ലോക ജീവികൾക്ക് മാത്രമാണ് ഇത് ബാധകമായിരിക്കുന്നതെന്ന്. അപ്പൊ ദൈവത്തിന് സമയമെല്ലാം നിത്യവർത്തമാന കാലമാണെന്നാണ് സ്പർജൻ അഭിപ്രായപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവസകലവും ഒറ്റ നോട്ടത്തിൽ കാണുന്നു. നമ്മുടെ ദൈവസകലവും ഒറ്റ നോട്ടത്തിൽ കാണുന്നു. ഒറ്റ നോട്ടത്തിൽ ഈ ലോകത്തിലുള്ള സകലത്തെ കാണുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ ഉലകത്തിൽ. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളതിനെ ഈ ലോകത്തിലുള്ള സകലത്തെ ഒറ്റ നോട്ടത്തിൽ കണ്ടും കേട്ടും അതിനെ അടക്കി വഹിക്കുവാൻ കഴിയുന്നവൻ യേശു ക്രിസ്തു അല്ലാതെ ഈ ഉലകത്തിൽ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. അത് നാം തിരിച്ചറിയേണ്ടതാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, കഴിഞ്ഞു പോയ ആയിരക്കണക്കിന് വർഷങ്ങളും വരുവാനുള്ള 1000 സംവത്സരങ്ങളും ദൈവദൃഷ്ടിയിൽ വർത്തമാനകാലം തന്നെയാണെന്നാണ് വേദപഠിതാക്കളുടെ അഭിപ്രായം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ട് നമ്മിൽ കാര്യമായ മാറ്റമൊന്നും നമുക്ക് കാണാൻ കഴിയാത്തതുപോലെ, ഒരു ദിവസം കണ്ട് നമ്മളിൽ കാര്യമായ മാറ്റമൊന്നും കാണാൻ കഴിയാത്തതുപോലെ, ഹല്ലേലൂയ, കോടാനുകോടി വർഷങ്ങൾ ദൈവത്തിന് എന്നും ഇന്നെന്ന പോലെയാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രതീക്ഷകളല്ല ദൈവത്തിന്റെ പ്രതീക്ഷ, നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്ത, നമ്മുടെ വിചാരങ്ങളുമല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. ഹല്ലേലൂയ. കോടാനുകോടി വർഷങ്ങൾ ദൈവത്തിന് ഇന്നെന്ന പോലെയാണ്.
എല്ലാത്തിനും ഒറ്റ നോട്ടത്തിൽ കാണുന്നവനാ. ഹല്ലേലൂയ. നാം വസിക്കുന്ന ദേശത്തുള്ള ജനത്തെയും ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലുള്ള ജനത്തെയും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള സകല സൃഷ്ടിയും, അത് ഈ പ്രകൃതിയായിരുന്നാലും കടലായിരുന്നാലും ഹല്ലേലൂയ, മൃഗങ്ങളായിരുന്നാലും പക്ഷിപർവ്വജാതികളായിരുന്നാലും ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടികളെയും ഒരേ സമയം ഒറ്റ നോട്ടത്തിൽ കാണുന്നവനും അവയ്ക്ക് സംരക്ഷണം കൊടുക്കുന്നവനുമാണ് യേശു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. രക്തം ചെയ്യാം. അത്ര സർവജ്ഞാനിയായ ഒരു ദൈവത്തിന് ഒരിക്കലും തന്റെ വാക്തത്വം തെറ്റുകയില്ല. മനുഷ്യന്റെ വാക്തത്വം തെറ്റും, മതങ്ങളുടെ വാക്തത്വം തെറ്റും, മത നേതാക്കന്മാരുടെ വാക്തത്വം തെറ്റും, രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനങ്ങളെല്ലാം തെറ്റിപ്പോകും. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന അല്ലെങ്കിൽ ദൈവിക വാഗ്ദാനങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോയില്ല. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കുന്നവർക്കാണ് ദൈവകൃപയുടെ ആഴങ്ങളിൽ ഇറങ്ങി അവർക്ക് ദൈവിക സന്തോഷം പ്രാപിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളവർക്കേ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവരാ ദൈവസഭ, ദൈവമക്കൾ, വീണ്ടെടുക്കപ്പെട്ടവർ. അങ്ങനെ കർത്താവ് മധ്യാകാശത്തിൽ ഇറങ്ങി വരും മുമ്പേ മരിച്ചു പോയ വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ഇരിക്കുന്നവരെല്ലാം, ക്രിസ്തുവിൽ വിശ്വസിച്ചവരെല്ലാം കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് നമ്മൾ വാചനം വായിക്കുന്നുണ്ട്. 4:16 വായിച്ചാൽ ഞാൻ ആ ഭാഗത്തേക്ക് പോലും അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം ദൈവവചനത്തെ യഥാർത്ഥമായി വിശ്വസിക്കുകയും അത് അനുസരിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നവന് ദൈവിക വാഗ്ദാനങ്ങൾ അവരുടെ ജീവിതത്തിൽ യേശു നിവർത്തിച്ചുകൊണ്ടിരിക്കും. അവർക്ക് സമാധാനപരമായ ജീവിതമുണ്ട്, അവർക്ക് സന്തോഷകരമായ ജീവിതമുണ്ട്, പ്രത്യാശയുണ്ട്. അവർ ഒരിക്കലും ലജ്ജിതരായി മാറത്തില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശു വരാൻ സമയമായി. താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? അതോ ഈ ലോകം പറയുന്നത് പോലെ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് താങ്കൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കർത്താവ് വന്ന് നിങ്ങളെ ചേർക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് കർത്താവിനോട് കൂടെ ചേരുവാൻ കഴിയില്ല. ലോകമോഹങ്ങൾ കഴിയുന്നവർക്ക്, യേശുവിൽ വിശ്വസിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കർത്താവിനോടുകൂടെ 1000 ആണ്ട് വാഴ്ചയിൽ തുടർന്ന് നിത്യതയിൽ മുഴുവൻ അവർക്ക് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ കഴിയും. അല്ലാത്തവരെല്ലാം നിത്യമായി നരകത്തിൽ അഭയം പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാരും നിരീശ്വരവാദികളും യുക്തിവാദികളും തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും എന്ന് വേണ്ട സകല ദുരുപദേശം പഠിപ്പിക്കുന്നവരും സ്വയ ദൈവങ്ങളും സ്വയ അവതാരങ്ങളും ദൈവമാണെന്ന് പറയുന്നവരും യേശു വന്നു പോയെന്ന് പഠിപ്പിക്കുന്നവരും എല്ലാവർക്കും ഓഹരി എന്ന് പറയുന്നത് തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്യിൽ തള്ളിയിടുമെന്ന് പറയുമ്പോൾ ജീവപുസ്തകത്തിൽ പേരുള്ളവനും വിശുദ്ധ ജീവിതം നയിക്കുന്നവനും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നവനും കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ചവനും പാപപരിഹാരം വരുത്തിയവനും പാപത്തിന് ശുദ്ധീകരണം വരുത്തി നിത്യജീവന്റെ അവകാശിയായി വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കാണ് ദൈവരാജ്യത്തിൽ പോകാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. പലരും പറയും നമ്മൾ പ്രസംഗിക്കുന്ന വചനമാണ്, നമ്മൾ പ്രസംഗിക്കുന്ന ബൈബിളാണ് എല്ലാവരുടെയും കയ്യിരിക്കുന്ന ഒരു സ്വർഗത്തിൽ പോകും. എന്നെ കേൾക്കുന്നപ്പോൾ ഈ കറുത്ത വേദപുസ്തകം എല്ലാവരുടെയും കയ്യിലുള്ളത് കൊണ്ട് എല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ. ചില വിഭാഗക്കാരും മാത്രം, ഒരു വിഭാഗം ജനം ഒഴിച്ചാൽ ബാക്കിയുള്ളവരെല്ലാവരും ഈ സത്യവേദ പുസ്തകമാണ് കൈ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ബൈബിൾ കയ്യിൽ പിടിച്ചതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല. രക്തം ചെയ്യും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾ അനുസരിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. അശുദ്ധിയിൽ നിൽക്കുന്നവർക്കും അശുദ്ധിയിൽ ജീവിക്കുന്നവർക്കും ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരും പണലാഭത്തിനു വേണ്ടി ഓടുന്നവരും പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കും ദൈവവചനത്തിന് വിരോധമായി നടക്കുന്നവർക്കും ഒന്നും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ചെല്ലുന്ന ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. അപ്പൊ ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസ്സാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ എന്ന് പത്രോസ് പറയുമ്പോൾ നിങ്ങൾക്കൊരവസരം കൂടെ ദൈവം തരികയാണ്. ഹല്ലേലൂയ. ഇന്നലെ വരെ നിങ്ങളുടെ അവസരങ്ങൾ വലുതായിരുന്നു. കഴിഞ്ഞ രാത്രിയിലും ഇന്നലെ പോയ രാത്രിയിലും ദൈവം നിങ്ങളെ സൂക്ഷിച്ചു. ഈ പ്രഭാതം ദൈവം നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ നശിച്ചു പോകാതെ മാനസാന്തരപ്പെടാനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിച്ച് മരിച്ച് നിത്യ നരകത്തിൽ എന്നോട് നശിച്ചു പോകാതെ
നിത്യനരകത്തിലേക്ക് പോകാതെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ പർദീസിൽ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. അതുകൊണ്ട് കർത്താവ് വരുവാൻ താമസം കാണിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്തത്വം പണ്ടേ നിവർത്തിച്ചേനെ. പക്ഷേ വേദപുസ്തകത്തിൽ പറയുന്ന എല്ലാ വാക്തത്വങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അനവധി വാക്തത്വങ്ങൾ നിറവേറിക്കഴിഞ്ഞു. ഇനി നിറവേറാനുള്ളതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ യേശുവിന്റെ വരവ് സംഭവിക്കും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. വചനം വായിക്കുന്നത് ആദിമ അപ്പോസ്തലന്മാർ കർത്താവിന്റെ വരവിനായി കാത്തിരുന്നു. ആദിമസഭയിലെ അപ്പോസ്തലന്മാരെല്ലാം എന്ത് ചെയ്തു? കർത്താവിന്റെ വരവിനായി ആ കാലഘട്ടത്തിൽ കാത്തിരുന്നു. അവർ പരസ്പരം കാണുമ്പോൾ യേശു വേഗം വരുന്നു എന്ന് പറയുന്ന മാറാനാഥ എന്ന് പറഞ്ഞു വന്ദനം ചെയ്യുമായിരുന്നു. പ്രൈസലോ. പണ്ടത്തെ വിശുദ്ധന്മാരൊക്കെ എങ്ങനെ ഹല്ലേലൂയ. അവർ പരസ്പരം കാണുമ്പോൾ യേശു വേഗം വരുന്നുള്ള മാറാനാഥ എന്ന് പറഞ്ഞ് അവർ കെട്ടിപ്പിടിച്ച് വിശുദ്ധ ചുംബനം കൊടുത്ത് വന്ദനം ചെയ്യുക പതിവുണ്ടായിരുന്നു. ഹല്ലേലൂയ. വിശുദ്ധന്മാർ പരസ്പരം കാണുമ്പോൾ, ദൈവമക്കൾ പരസ്പരം കാണുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് അവർ കരങ്ങൾ കൊടുത്ത് സ്തോത്രം പറയുന്ന പതിവ് അന്നും ഇന്നും ദൈവസഭയിൽ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, കർത്താവ് വരുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതം. കർത്താവ് വരുമെന്നുള്ള വാഗ്ദാനമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിങ്ങൾ ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ വിധേയപ്പെട്ട് ജീവിച്ച് ലോക ഇമ്പങ്ങളിലേക്ക് നിങ്ങൾ പോകാതെ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വേദപുസ്തകം പറഞ്ഞ് പഠിപ്പിക്കണം. ഇവിടുത്തെ പൈങ്കിളി കഥകളും ഇവിടുത്തെ മൊബൈലിലെ കഥകളും സിനിമാ കഥകളും റിയാലിറ്റി കഥകളും ഇവിടുത്തെ അല്ലെങ്കിൽ സ്വന്തം കോമഡികളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് മക്കൾ നിങ്ങളോട് ഇന്ന് അട്ടഹസിക്കാനല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന മക്കളും അപ്പനും അമ്മയും കൂടെ ഒന്നിച്ച് ദൈവവചനം പറഞ്ഞ് പഠിപ്പിച്ചും നിങ്ങൾ ഒന്നിച്ച് ആത്മീയ അനുഗ്രഹം പ്രാപിക്കണമെന്നാണ്. അല്ലാതെ ഈ ലോകത്തിന്റെ വെറുക്കൂത്ത് കണ്ട് നിങ്ങൾ ആഹ്ലാദിക്കരുത്. ഹല്ലേലൂയ. ലോകത്തിൽ അനവധി ജനനായകന്മാരുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് പേരും പ്രശസ്തിയും ഒക്കെ ഉള്ള ഒരുപാട് ആരാധകന്മാർ, ആരാധനയ്ക്ക് യോഗ്യരായവരുണ്ട് ജഡപ്രകാരം. അവരുടെയൊക്കെ അനുയായികളായിട്ട് നിങ്ങൾ മാറാതെ, ആരാധനയ്ക്ക് യോഗ്യനായവൻ യേശുക്രിസ്തു മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആരാധനയ്ക്ക് യോഗ്യനായവൻ യേശു മാത്രമാണ്, അല്ലാതെ ഈ ഉലകത്തിലാരുമില്ല. അത് തിരിച്ചറിഞ്ഞു മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. യേശുക്രിസ്തു ഏക രക്ഷകൻ, യേശുക്രിസ്തു ഏക രക്ഷകൻ, ഏക രക്ഷിതാവ്, യേശുക്രിസ്തു ഏക ദൈവം. പ്രൈസ് ദി ലോർഡ്. സകല മാനകുലത്തിന്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയവൻ, മരിച്ച് അടക്കപ്പെട്ട് കല്ലറകളെ ഭേദിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തവൻ. താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാർക്ക് ഒരുപാട് വാഗ്ദത്തം ചെയ്തു. അതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ സ്വർഗാരോഹണ സമയത്ത് അപ്പോസ്തലപ്രവൃത്തി 1:11 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് ആരോഹണം ചെയ്ത ക്രിസ്തു, നിങ്ങളെ വിട്ട് ആരോഹണം ചെയ്ത യേശു പോയതുപോലെ അവൻ മടങ്ങി വരും. എന്തിനാ? തന്റെ സഭയെ ചേർക്കാൻ. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിന്റെ വരവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി കൊടുക്കണം. എന്താണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തത്? എന്താണ് നിങ്ങൾക്ക് നന്മ കിട്ടാത്തത്? എന്താണ് ജീവിതത്തിൽ ഒരു മുന്നേറ്റമില്ലാത്തത്? ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയാത്തത്? ഒരു സമാധാനമില്ലാത്തത്, സന്തോഷമില്ലാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് കർത്താവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ പരാജയം തന്നെ ക്രിസ്തുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട്, നിങ്ങൾ ഇരുതൂണിയിൽ കാല് വെച്ച് ദൈവത്തെ മാമോനെ സേവിക്കുന്നത് കൊണ്ട്, നിങ്ങൾക്ക് സ്ഥിരമായ ഒരു ബോധമില്ലാത്തത് കൊണ്ട്, സ്ഥിരമായ ഒരു നിർണയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ പലതിലും പരാജിതരാണ്. എന്നാൽ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? കർത്താവിന്റെ വരവിനായി കാത്തിരുന്ന് പരസ്പരം അവർ കാണുമ്പോൾ യേശു വരുന്നു എന്ന്
പറയുന്ന മാറാനാഥ എന്ന് പറഞ്ഞ് വന്ദനം ചെയ്യുമായിരുന്നു. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കും നമ്മുടെ പോരാട്ടങ്ങൾക്കും എല്ലാം അന്ത്യം ലഭിക്കും, അന്ത്യം കുറിക്കും. കർത്താവിന്റെ വരവോടുകൂടി ദൈവമക്കളുടെ ഭൂമിയിലെ സകല പ്രശ്നങ്ങളും തീരും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സുവിശേഷ മുഖാന്തരം നീ വേദനിക്കുന്നുണ്ടെങ്കിൽ, കണ്ണുനീർ തൂക്കുന്നുണ്ടെങ്കിൽ, സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപദ്രവം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആമീൻ, അതൊന്നും ഓർത്ത് ഭാരപ്പെട്ടു പോകണ്ട. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനോടുകൂടി താങ്കൾ അനുഭവിച്ച സകല കഷ്ടങ്ങൾക്കും ഒരു പരിഹാരമായി മാറും. അല്ലേ? അതുകൊണ്ടാണ് പത്രോസ് ഇങ്ങനെ എഴുതിയത്, ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് എന്ന് പറഞ്ഞ് പത്രോസ് തുടങ്ങുന്നത്. അല്ലേലിയ. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം, അല്ലേലിയ, അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അല്ലേലിയ, സ്തോത്രം. അല്ലേലിയ, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം, എന്നാൽ നാം അവന്റെ വാഗ്ദാനപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അപ്പം ദൈവമക്കൾ എന്തിനാണ് വിശുദ്ധ ജീവിതം നയിക്കണം? ദൈവമക്കൾ വിശുദ്ധ ജീവിതം നയിക്കുന്നത് യാതൊരുവിധ അശുദ്ധിയിലേക്കും പോകരുത്. അശുദ്ധി എന്ന് പറയുന്നത് പിശാചിന്റെ വകയാണ്. അശുദ്ധി എന്ന് പറയുന്നത് പിശാചിന്റെ തന്ത്രമാണ്. അശുദ്ധി പിശാചിനും അവനെ സേവിക്കുന്നവർക്കും ഉള്ളതാണ്. വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. വിശുദ്ധി ദൈവത്തിൻ്റെതാണ്. നമ്മുടെ ദൈവം വിശുദ്ധനാണ്, അവൻ പരിശുദ്ധനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും അല്ലേലൂയ വിശുദ്ധ ജീവിതവും ഭക്തിയും അല്ലേലൂയ ആമേ ഉള്ളവരായിരിക്കണം. വിശുദ്ധ ജീവിതമുള്ളവർ. വിശുദ്ധ ജീവിതമുള്ള നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. അല്ലേലൂയ. വിശുദ്ധ ജീവിതവും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ഭക്തിയും നിനക്കുണ്ടെങ്കിൽ നീ കർത്താവിനോട് കൂടെ നിനക്ക് സന്തോഷിപ്പാൻ കഴിയും. അല്ലേ? ഇന്ന് നമുക്ക് സമൂഹത്തിൽ അനവധി ആളുകൾക്ക് ഭയങ്കര ഭക്തിയാണ്. ഭക്തിയുള്ള ഒരു വലിയ കൂട്ടം ജനത്തെ കാണാൻ കഴിയും. അവർ ഒരിക്കലും പിന്നോക്കം മാറി നിൽക്കുവാനോ പിന്നിലാണെന്ന് പറയാനോ തയ്യാറില്ല. ഭക്തിയാണ്, പക്ഷെ വിശുദ്ധിയില്ല. ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞു നിൽക്കുന്നവർ, അവർ നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും നിരന്തരം അവർ ദൈവാലയങ്ങളിൽ പോകുന്നവരുമാ. ഭക്തിയാണ്, വിശുദ്ധിയില്ല. അല്ലേലൂയ. അപ്പം ദൈവമക്കൾക്ക് ഭക്തി മാത്രമല്ല വേണ്ടിയത്, വിശുദ്ധ ജീവിതം. അല്ലേലൂയ. വിശുദ്ധ ജീവിതം നിന്നിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിന്റെ കുടുംബം മുഴുവൻ ബാധകൾ കൊണ്ട് നിറയുന്നത്. അല്ലേലൂയ, സ്തോത്രം. ചില കുടുംബങ്ങൾക്കകത്ത് ഭയങ്കര പോരാട്ടമാണ്, ചില വ്യക്തികൾക്ക് ഭയങ്കര പോരാട്ടമാണ്. അല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ളവർക്കൊക്കെ രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. ചിലരൊക്കെ ദൈവവചനത്തിൽ യാതൊരു വിശ്വാസമില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. അപ്പൊ ഞാൻ ആ പ്രാർത്ഥന വിഷയങ്ങൾ കേട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ സന്തോഷമായി. പിറ്റേ ദിവസം അതേ സമയത്ത് അവരെന്നെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ എന്നെ വിളിച്ചില്ലായിരുന്നു? ഞാൻ വിളിച്ചില്ല പാസ്റ്റേ, വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ അവർക്ക് വേണ്ടി അവരെന്നെ വിളിച്ചിട്ട് കിട്ടാണ്ട് ഞാൻ അവരെ വിളിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ആ വ്യക്തി പിറ്റേ ദിവസം പറയാ ഞാൻ വിളിച്ചില്ലെന്ന്. അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവി, നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരിച്ചറിയണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ദൈവമക്കൾ കളവ് പറയുവാൻ, വ്യാജം പറയുവാൻ, വ്യാജം ചെയ്യുവാൻ, ചതിവ് ചെയ്യുവാൻ, നുണ പറയുവാനൊന്നും അവരുടെ നാവുകളെ വിട്ടുകൊടുക്കരുത്. ഈ ലോകത്തിന്റെ വെറുക്കുത്തുകളുടെ മുമ്പിൽ നിന്റെ സമയത്തെ നീ ചെലവഴിക്കരുത്. അല്ലേലൂയ. യേശുവിനോടൊപ്പം ചേർന്നിരിക്കണം. ദുരുപദേശന്മാർ അനവധി ആളുകൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുക. ഈ വേദപുസ്തകം കൊണ്ട് പണം ഉണ്ടാക്കുന്ന അനവധി ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുക. ഈ വേദപുസ്തകം കൊണ്ട് പണം ഉണ്ടാക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അവർ ഒരുപാട് കോപ്രായങ്ങൾ അവർ കാണിച്ചു കൂട്ടും. അവർക്ക് തന്നെ സ്ഥിരതയില്ല, അവർക്ക് തന്നെ സുബോധമില്ല. അവരെന്താണ് പറയുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത അനവധി അല്ലെങ്കിൽ ആളുകൾ ഈ വേദപുസ്തകമായിട്ട് ഇന്ന് മീഡിയകളിലുണ്ട്. ഫ്രൈസർ. അവർ വിശുദ്ധിയെ സംസാരിക്കത്തില്ല, വിശുദ്ധിയെക്കുറിച്ച് അവർ പറയില്ല. വിശുദ്ധിയും വേർപാടും പറഞ്ഞാൽ അവർക്കറിയാം ആ സമ്മേളനത്തിൽ ആള് വരികയില്ലെന്ന്. അല്ലേലി. അതുകൊണ്ട് സകല അശുദ്ധിയും അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കും.
അല്ലേ? എന്നാൽ വിശുദ്ധിയെ നീ പ്രസംഗിക്കാൻ, വിശുദ്ധിയിൽ നീ നിന്നാൽ, വിശുദ്ധിയെ കുറിച്ചും വേർപാടിനെ കുറിച്ചും നിന്റെ പ്രസംഗത്തിനകത്ത് നീ വെളിപ്പെടുത്തിയാൽ നിന്നെ കേൾക്കുന്നവർ മാനസാന്തരപ്പെടും. അവർക്ക് വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ കഴിയും. അവർ യേശുവിനെ വിശ്വസിക്കും. അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അന്ത്യം ലഭിക്കും. അതുകൊണ്ടാണ് പത്രോസ് ഇങ്ങനെ പറഞ്ഞത്, ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിരിക്കണമെന്ന്. പ്രൈസ് ലോർഡ്. അപ്പൊ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഈ അന്ത്യനാളുകളിൽ കർത്താവിന്റെ അഭിഷേകത്തെ ദൈവം നമ്മിൽ പകരുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷേകത്തെ നമ്മിൽ പകരുമ്പോൾ തന്നെ ആത്മീയ വരങ്ങളിൽ ശക്തിയും ദൈവം നമുക്ക് നൽകുക. ഹല്ലേലൂയ. അതെ, ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ദൈവം അനവധി ആളുകളെ വേർതിരിച്ച് പരിശുദ്ധാത്മാവിനാ നിറച്ച്, അഭിഷേകത്തെ നിറച്ച്, ആത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും കൊടുത്ത് ദൈവം ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, യേശുവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. യേശുവിന്റെ വരവിനായി ഒരുക്കമുള്ളവരായിരിക്കണം. കർത്താവിന്റെ വരവിനായി നീ ഒരുങ്ങുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം പരാജയമാണ്. പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്ത, യേശുക്രിസ്തുവിന്റെ വചനത്തിൽ വിശ്വസിക്കാത്ത, കർത്താവിന്റെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കാത്ത, കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങാത്ത സകലരുടെയും ജീവിതം പരാജയത്തിലാണ്. ഹല്ലേലൂയ. അവരുടെ ജീവിതം മുള്ളും പറക്കാരെയും കൊണ്ട് നിറയപ്പെട്ടതുപോലെ എപ്പോഴും അവരുടെ ജീവിതം ഇങ്ങനെ കുത്തി വേദനിപ്പിക്കുന്ന, കുത്തി നോവിക്കുന്ന അനുഭവത്തിലൂടെയായിരിക്കും അവർ യാത്ര ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് പ്രിയരെ. അതുകൊണ്ട് നിങ്ങൾ ദൈവവാഗ്ദത്തങ്ങളെ വിശ്വസിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കണം. അങ്ങനെ നീ വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ നിന്റെ പ്രശ്നങ്ങളെല്ലാം ദൈവം പരിഹരിക്കും. നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ തലമുറയെ നീ അനുഗ്രഹിക്കും. വീട്ടിൽ മാതാപിതാക്കൾ വിശുദ്ധ ജീവിതം നയിക്കുന്നത് കാണുമ്പോൾ മക്കൾ ആ പാതയിലൂടെ വരുമെന്ന്. മാതാപിതാക്കളുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ലെങ്കിൽ മക്കളും അതേ പാത കണ്ടുപിടിക്കും. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അവർ വളർന്നു വരുന്നത് കാണുമ്പോൾ ആ വീട്ടിലെ അപ്പന്മാരുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും പുക പൊങ്ങുന്നതാ കാണുന്നേ. എന്ന് പറയാ എന്താ, വീട്ടിലെ അപ്പന്മാര് കസേരയിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ ഇരുന്ന് ആ വലിയ വീടികളും സിഗരറ്റും ഒക്കെ വലിച്ച്, കഞ്ചാവും ഒക്കെ വലിച്ച് അവർ വായിലൂടെയും മൂക്കിലൂടെയും പുക ഊതി വിടുന്നതാണ് തലമുറ കണ്ടുപിടിക്കുന്നത്. കുറച്ചു കഴിയുമ്പോൾ അവരും വായിലൂടെയും മൂക്കിലൂടെയും പുക വിടാനായിട്ട് അവർ ശ്രമിക്കും. പിന്നെ നമ്മുടെ അപ്പന്മാരും മക്കളും കൊച്ചുമക്കളും അമ്മമാരും ഒക്കെ അടങ്ങുന്ന ചില കുടുംബത്തിനകത്ത് നാട്ടിക്കിടക്കുന്ന ഈ വെറുക്കൂത്ത്, നാട്ടിക്കിടക്കുന്ന ഈ ബീവറേജ് കിടക്കുന്ന ഈ വിഷമെല്ലാം കൂടെ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് അത് പകർന്ന് കുടിക്കുന്നത് നിങ്ങളുടെ മക്കൾ കാണും. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും കൊടുക്കും. ഹല്ലേലൂയ. പിന്നെ ആ മക്കൾ വളർന്നു വരുമ്പോൾ അവരും അതുപോലെ തന്നെയായി മാറും. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയെ തല്ലുന്നതും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ തല്ലുന്നു, നിങ്ങളുടെ അപ്പനെ തല്ലുന്നു, അമ്മയെ തല്ലുന്നു ഒക്കെ കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്. അവർ വളർന്നു വരുമ്പോൾ അവരും അതുപോലെ തന്നെയാവും. ഹല്ലേലൂയ. നിങ്ങൾ അയൽവാസിയെ കേൾക്കാൻ വയ്യാത്ത ചീത്ത വിളിക്കുന്നതും, അയൽവാസിയുടെ അതിര് തോണ്ടുന്നതും, മറ്റുള്ളവന്റെ പണങ്ങൾ, മറ്റുള്ള നന്മകൾ മോഷ്ടിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവെക്കുന്നത് നിങ്ങളുടെ മക്കൾ കണ്ടുപിടിക്കുക. ഹല്ലേലൂയ. അവർ വളർന്നു വരുമ്പോൾ അവരും അത് തന്നെ ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം. കുട്ടികൾക്ക് മാതൃക, നിങ്ങളുടെ മക്കൾക്ക് മാതൃകയുള്ള ജീവിതം നയിച്ച് അവര് ഭയഭക്തിയോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനായി വളർത്തിയെടുക്കണം. നിങ്ങളുടെ മക്കളെ വീടി വലിപ്പിക്കാൻ, സിഗരറ്റ് വലിപ്പിക്കുവാനല്ല നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. നിങ്ങളുടെ മക്കളെ പാൻമസാലകൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ തമ്പാക്ക് ഉപയോഗിക്കാനല്ല പഠിപ്പിക്കേണ്ടത്. നിങ്ങളുടെ മക്കളെ കഞ്ചാവിനും മയക്കുമരുന്ന് ഉപയോഗിക്കാനല്ല പഠിപ്പിക്കേണ്ടത്. നിങ്ങളുടെ മക്കളെ തെറി പറയുവാനല്ല പഠിപ്പിക്കേണ്ടത്. ചീത്ത പറഞ്ഞ് പഠിപ്പിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ മക്കളെ മദ്യപിക്കുവാനല്ല പഠിപ്പിക്കേണ്ടത്. നിങ്ങളുടെ മക്കളെ ടിവിയുടെ മുമ്പിൽ, മൊബൈലിന്റെ മുമ്പിൽ ഇരുത്തി അവരെ സന്തോഷിപ്പിക്കാനല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയല്ല അവരെ പഠിപ്പിക്കുക. അവരെ ദൈവഭയത്തിൽ വളർത്തണം. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്, ദൈവവചനം പറഞ്ഞു കൊടുത്ത്, വിശുദ്ധ ജീവിതത്തിലൂടെ അവരെ വളർത്തി കർത്താവിന്റെ വരവിനായി ഒരുക്കമുള്ള മക്കളാക്കി നിങ്ങളുടെ മക്കളെ എടുക്കുമ്പോഴാണ് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഇവിടെ എത്രയോ ആളുകളാണ് ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിന്റെ ജടിക സുഖങ്ങളിൽ വീണ് കിടക്കുന്നത്.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുള്ളൂ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാ കർത്താവ് നമുക്ക് സമയം തരുന്നത്. നീ നിന്റെ കുടുംബവും നീ നിന്റെ മക്കളും മാനസാന്തരപ്പെടണം. അല്ലേടി, വീട്ടിൽ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം മൊബൈലിലെ സമയമില്ല. എല്ലാവരും ഇത് തോണ്ടല ചാറ്റിങ്ങാ. അല്ലേടി, റോഡേ പോലും നടക്കാൻ കഴിയത്തില്ല. റോഡേ പോലും നടക്കാൻ കഴിയാത്ത റോഡ് നിറഞ്ഞ് കുട്ടികളൊക്കെ കടന്നു പോകും. അവർ മൊബൈലും ചെവി വെച്ചുകൊണ്ട് യാത്രക്കാർക്കും വണ്ടിക്കാർക്കും പോകാൻ വയ്യാത്ത പോലെ വളരെ അല്ലെങ്കിൽ മാർഗതടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ചില ആളുകളെ കണ്ടില്ലേ റോഡെ മൊബൈൽ വിളിച്ചുകൊണ്ട് പോകുന്നത്. വണ്ടി വന്നാലും സൈക്കിൾ വന്നാലും ബൈക്ക് വന്നാലും ഇനി എന്ത് വന്നാലും അവർ മാറത്തില്ല. അവരതിങ്ങനെ ചെവി വെച്ചുകൊണ്ട് മണിക്കൂറുകൾ പോവുക. അങ്ങനെ ഒരു കൂട്ടത്തെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഏത് കൂട്ടമൊന്നും പറയുന്നില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ദൈവരാജ്യത്തിൽ ചെല്ലത്തില്ല. നീ എന്ന് ഈ മൊബൈലിന് അടിമയായി അഡിക്റ്റായിട്ട് നീ പോവുകയുള്ളൂ. പാപത്തിന് അടിമയായി ജീവിക്കുന്നതിന്റെ ജീവിതം നരകത്തിന് തുല്യമാണ്. അല്ലെങ്കിൽ പാപത്തിന് അടിമയായി ജീവിക്കുന്നതിന്റെ കുടുംബം നരകത്തിന് തുല്യമാണ്. നിന്റെ കുടുംബത്തിൽ മദ്യവും മയക്കുമരുന്നും പന്മസാലികളും വിളങ്ങി വിളമ്പി നിന്റെ മക്കൾക്ക് കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവരെ നിറച്ച് സംതൃപ്തരാക്കി നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ കലഹങ്ങളും തെറിയും ചീത്തയും തമ്മിലടിയും ബഹളവും ഒക്കെ ആണെങ്കിൽ നിന്റെ കുടുംബം നരകമാണെന്ന് ചിന്തിക്കണം. അല്ലേ? ദൈവം വസിക്കുന്ന കുടുംബത്തിനകത്ത് സമാധാനമാകട്ടോ. ലേലിയ അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട് അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. പ്രൈസറോ, നിങ്ങളുടെ ജീവിത രീതിയാണ് നിന്റെ കുടുംബത്തിന്റെ പരാജയം. ലേലിയ കുടുംബത്തിന്റെ പോരുമാറ്റുവാൻ, കുടുംബത്തിന്റെ ബന്ധനം ഒഴിക്കുവാൻ, കുടുംബത്തിന്റെ ശാപം മാറ്റുവാൻ, കുടുംബത്തിന്റെ കുടുംബത്തിന് വ്യാപരിക്കുന്ന ദേശത്തിന്റെ പൂരികളെ നീക്കാൻ വേണ്ടി ഉലകം ചുറ്റി നടക്കുന്നതിനോട് പറയട്ടെ, നിങ്ങളുടെ വീട്ടിനകത്ത് ആദ്യ ശുദ്ധീകരണം വരുത്തിയാൽ നിന്റെ കുടുംബത്തോട് ഒരു ബന്ധനം, ഒരു ബാധ അടുക്കയില്ല. ആ 99 സമയം നിന്റെ കൂടാരത്തോട് ഒരു ബാധ അടുക്കയില്ലെന്ന് പറയാം. നീ വിശുദ്ധ ജീവിതം നയിച്ചാൽ ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത്, കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഈ അന്ത്യനാളുകളിൽ കർത്താവിന്റെ അഭിഷേകത്തെ നമ്മിൽ പകർന്ന് ആത്മീയ വരങ്ങളിൽ ശക്തിയും നൽകുന്നു. അപ്പൊ കർത്താവിന്റെ അമിസന് കാത്തിരുന്ന ആത്മീയശക്തിയും വരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളുമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അല്ല ലോകത്തിന് ജനിക്ക് സുഖങ്ങളല്ല. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നത്, 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. പൗലോസ് പറയാ, അല്ലേലൂയ, ഇങ്ങനെ നിങ്ങൾ അല്ലേലൂയ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരായി നീ നിന്റെ കുടുംബമായി മാറണം. പ്രൈസ്. നിന്റെ കുടുംബത്തെക്കുറിച്ച് കർത്താവ് അത് ആഗ്രഹിക്കുന്നത്. സകലത്തിലും കൃപാവരങ്ങളാൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കുന്ന വിശുദ്ധ ജീവിതം നയിക്കുന്ന സാക്ഷ്യമുള്ള ഒരു ജീവിതത്തെ ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലേലൂയ. കർത്താവ് പൗലോസിനെ വിളിച്ചപ്പോൾ അവൻ കർത്താവിന്റെ വരവിനെ കുറിച്ചും നിത്യതയെക്കുറിച്ചും നിത്യവാസ സ്ഥലങ്ങളെക്കുറിച്ചും ദർശനത്തോടെ പ്രസംഗിച്ചു. അല്ലേലൂയ. പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞ നാള് തൊട്ട് പിന്നീട് തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്, നിത്യതയെക്കുറിച്ച്, അവൻ നമുക്കൊരു നിത്യവാസ സ്ഥലങ്ങളെ കുറിച്ച് ദർശനത്തോടെ പ്രസംഗിച്ചവനാണ്. അല്ലേലൂയ, സ്തോത്രം. ഒടുവിൽ കർത്താവിനോട് അവന്റെ അമിത സ്നേഹനിമിത്തം റോമാ ചക്രവർത്തി അവനെ തടവിലാക്കി. അവിടെ വെച്ച് ഫിലിപ്പ്യ സഭയ്ക്ക് അധിക സ്നേഹത്തോടെ ഇങ്ങനെ ലേഖനം എഴുതി, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അല്ലേലൂയ. അപ്പം പീഡകൾ വന്നപ്പോൾ, ഉപദ്രവങ്ങൾ വന്നപ്പോൾ റോമിലെ റോമാ ചക്രവർത്തി തന്നെ ശിക്ഷിച്ച് ഒരു ഫിലിപ്പ്യ കാരാഗ്രഹത്തിൽ പൗലോസ് കിടക്കുന്ന സമയത്തും പൗലോസിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും അല്ലൊരു കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ആ സന്തോഷത്തെക്കുറിച്ചും പൗലോസ് നല്ല ബോധവാനായിരുന്നു. അല്ലേലൂയ. അതുകൊണ്ടാ പൗലോസ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അല്ലേലൂയ. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. കണ്ടോ, കർത്താവായ യേശുക്രിസ്തു അവിടെ നിന്ന് വരുന്നു. അപ്പൊ നമ്മുടെ പൗരത്വം ഇവിടെ സ്വർഗത്തിലാ. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ പൗരത്വം സ്വർഗത്തിലാ.
ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ പേര് കാണും, നിങ്ങളുടെ പള്ളിയുടെ രജിസ്റ്ററിൽ നിങ്ങൾക്ക് പേര് കാണും, നിങ്ങൾ നിൽക്കുന്ന സമുദായത്തിൽ, നിങ്ങൾക്ക് സംഘടനയിലൊക്കെ നിങ്ങളുടെ പേര് കാണും, റേഷൻ കാർഡിലും ആധാറിലും അല്ലയ്യ നിങ്ങളുടെ ID കാർഡിനകത്തും അല്ലടിയും ഒക്കെ നിങ്ങളുടെ പേര് കാണും. നിങ്ങൾക്ക് എല്ലായിടത്തും പേരുണ്ട്. നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം, അതൊക്കെ ശരിയാ. പക്ഷേ വേദപുസ്തകം പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പൗരത്വ സ്വർഗത്തിലാണ്. അല്ലേലിയ, പൗരത്വ സ്വർഗത്തിലാണ്. അല്ലേലിയ, സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി, അല്ലേ, സ്വർഗം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ശരീരം എങ്ങനെയാണ്? താഴ്ചയുള്ള ശരീരമാണ്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി ലഭിക്കുക. ആമൻ തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഒരു വിശുദ്ധന്റെ പ്രത്യാശ എന്ന് പറയുന്നതാണ്. ഒരു ക്രൈസ്തവൻ ഈ വിശ്വാസമാണ് വേണ്ടത് കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, ഈ ലോകത്തിന് വേണ്ടി നീ പ്രതീക്ഷിക്കരുത്, ലോകത്തിൽ നീ പ്രതീക്ഷ വെക്കരുത്. ഇവിടുത്തെ ഇംഗിതങ്ങൾക്കൊന്നും ഇവിടുത്തെ ഇഷ്ടങ്ങൾക്കൊന്നും നിന്റെ ജീവിതം നീ തകർത്ത് കളയരുത്. യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന് വേണ്ടി നീ കാത്തിരിക്കണം. അതിനുവേണ്ടി നിന്റെ മക്കളെ പഠിപ്പിക്കണം. നിന്റെ കുടുംബത്തിൽ അതിനെക്കുറിച്ചുള്ള സംസാരം നടക്കണം. ഹല്ലേലൂയ, സ്തോത്രം. വിശുദ്ധന്മാരുടെ വീടുകളൊക്കെ അങ്ങനെ കേട്ടോ, ഭക്തന്മാരുടെ വീടുകളൊക്കെ അങ്ങനെ. എല്ലാവരുടെയും അല്ല, ചിലരുടെയൊക്കെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമുക്കറിയാം, അനവധി ദുരുപദേശം ഞാൻ മുമ്പ് പറഞ്ഞു പെരുകിക്കൊണ്ടിരിക്കുക. ഏത് വിധത്തിലും നിങ്ങളെ ദൈവത്തിൽ നിന്ന് വലിച്ചു മാറ്റി ദൈവത്തിനകത്ത് നിത്യമായ നരകത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോവാൻ പാപസുഖങ്ങൾ നിങ്ങളുടെ കൺമുമ്പിലിട്ട് നിങ്ങളെ അതിലേക്ക് ആമേനല് ആവാഹിച്ചുകൊണ്ടിരിക്കും. അല്ലേ, നിങ്ങളുടെ ജഡത്തിന് മോഹം വരുന്ന, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലുള്ള പാപങ്ങൾ നിന്റെ കൺമുമ്പിൽ പിശാചി വെളിപ്പെടുത്തും. അല്ലേലിയ, അതിലേക്കൊന്നും വീണ് പോകരുത് കേട്ടോ. നീ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട് കർത്താവ് നിന്നോട് ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുമ്പോൾ ലേലിയ നിങ്ങൾ മടങ്ങി വരണം. കർത്താവിന്റെ വാഗ്ദാനം നിവർത്തിപ്പാൻ അവർ താമസിക്കുന്നില്ല. കർത്താവിന്റെ അവൻ താമസിക്കുന്ന അല്ലെ നിവർത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസലോ. അപ്പൊ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവ് യേശുക്രിസ്തുവിലൂടെ ആ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ താങ്കൾ നിറഞ്ഞു നിൽക്കണം. പ്രൈസലോ. യേശുവിന്റെ വരവിനായി ഒരുങ്ങണം. പ്രൈസലോ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പിതാവായി ദൈവം അവിടെ ഇരിക്കുന്നു, പുത്രനായ യേശു അല്ലെങ്കിൽ സ്തോത്രം ക്രിസ്തു അവന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിലാണ് പിതാവായി ദൈവം, പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പുത്രനായ യേശു ക്രിസ്തു ഇരിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശുദ്ധന്മാർ ദൈവരാജ്യത്തിൽ വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പേരുകളെല്ലാം സ്വർഗരാജ്യത്തിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നിത്യവാസസ്ഥലങ്ങൾ സ്വർഗത്തിലുണ്ട്. ജീവകിരീടവും വാടാത്ത കിരീടവും തേജസ്സിന്റെ കിരീടവും നീതിയുടെ കിരീടവും പ്രശംസാ കിരീടവും എല്ലാം സ്വർഗരാജ്യത്തിലുണ്ട്. എല്ലാം സ്വർഗരാജ്യത്തിലുണ്ട്. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിലൂടെ നിങ്ങൾ നിത്യമായി സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് ജീവകിരീടം, വാടാത്ത കിരീടം, തേജസ്സിന്റെ കിരീടം, പ്രശംസാ കിരീടം, നീതിയുടെ കിരീടമൊക്കെ കർത്താവ് നിങ്ങളുടെ തലയിൽ തരും, നിങ്ങളെ ചൂടിക്കും. ലേറിയ ഈ ഭൂമിയിലെ കിരീടത്തിന് വേണ്ടി ഒന്നും നിങ്ങൾ അലയണ്ട. ഈ ഭൂമി കിരീടം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടുകയും വേണ്ട. അതിനകത്ത് നിങ്ങൾ പരാതി ഒന്നും പറയണ്ട. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കിരീടതായ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ വരവനായി നിങ്ങൾ ഒരുക്കണം. മറ്റു ജനങ്ങളെയും നിങ്ങൾ ഒരുക്കിയെടുക്കണം. ഈ ലോകത്തിൽ നടക്കാൻ പോകുന്ന മുഖ്യ സംഭവം കർത്താവ് യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ്. ഈ ലോകം ഇനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താ? കർത്താവ് യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ. പ്രത്യക്ഷത അടയാളങ്ങളെല്ലാം നിറവേറി കഴിഞ്ഞു, പ്രവചനങ്ങളെല്ലാം നിറവേറി. കർത്താവിന്റെ വാഗ്ദത്തം പ്രകാരം അതിവേഗം വരും. അവന്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അവർ വിളക്ക് തെളിയിച്ചുകൊണ്ട് കൂടുതൽ ശക്തിയോടെ ശോഭയോടെ കർത്താവിനെ എതിരേൽക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ
നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 4 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല, ഭ്രമിക്കേണ്ട, നീ അല്ലെങ്കിൽ നാണിച്ചു പോകയില്ല, നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും, നിന്റെ ഹല്ലേലൂയ വൈദവ്യത്തിലെ നിന്ന ഇനി ഓർക്കയില്ല, നിന്റെ സൃഷ്ടാവാകുന്നു, നിന്റെ ഭർത്താവാകുന്നു, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അതിന്റെ അർത്ഥം. അപ്പൊ നമ്മളെ സൃഷ്ടാവും നിന്റെ ഭർത്താവും ആരാ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ഇതൊക്കെ പ്രവാചകൻ രേഖപ്പെടുത്തുന്നത്. അത് പ്രീതി, യേശുക്രിസ്തു അല്ലാതെ വേറൊരു ദൈവമില്ല. കർത്താവ് യേശുക്രിസ്തു അല്ലാതെ ദൈവമില്ല. അവരാണ് നമ്മുടെ സൃഷ്ടാവ്, അവരാണ് നമ്മുടെ ഭർത്താവ്. സൈന്യങ്ങളെ യഹോവ എന്നാണ് അവന്റെ നാമം. അതെ, കർത്താവ് യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരാൻ സമയമായി. ഞാൻ വായിച്ച വചനത്തിലേക്ക് ഒന്ന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് വായിച്ച വചനം? പത്രോസിന്റെ ലേഖനമാണല്ലോ. ലലിയ 2 പത്രോസിന്റെ ലേഖനം 3:8-9. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അതേ സഹോദര സൗരി, ഒരു ദിവസം കൂടെ കർത്താവ് നിനക്ക് തരിക. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി, നിന്റെ ശുദ്ധീകരണം വരുത്തി, കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിക്കുക. നിന്റെ കുടുംബത്തിന്റെ മക്കളെ ഒരുക്കുവാൻ കർത്താവ് ഒരു അവസരം കൂടെ തരിക. ഒരു പ്രഭാതം കൂടെ ദൈവം നിനക്ക് തരിക. ഈ പ്രഭാതത്തിൽ നീ എഴുന്നേൽക്കുന്നെങ്കിൽ, പ്രഭാതത്തിൽ നീ കണ്ണു തുറന്ന് കാണുന്നെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് യേശുവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. നിന്റെ കുടുംബത്തിനകത്ത് യേശു വസിക്കണം. നിന്റെ ജീവിതത്തിന്റെ തലമുറയിൽ യേശുവിന് വസിക്കുവാനുള്ള ആ ഒരു അനുഭവത്തെ നീ ഉണ്ടാക്കിയെടുക്കണം. നീ മാനസാന്തരപ്പെടണം. നീ ദൈവരാജ്യത്തിൽ കാണണമെന്ന് യേശുവിന്റെ ആഗ്രഹമാണ്. നീ നിത്യമായി നരകത്തിൽ കിടന്നാത്ത തീയും ചാകാത്ത പുഴുള്ള നരകത്തിൽ കിടന്ന് നീ അയ്യം വിളിക്കാതെ, നിലവിളിക്കാതെ, അവിടെ നിന്ന് നിനക്ക് ഒരിക്കലും മോചനമില്ലെന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അല്ലെങ്കിൽ മാനസാന്തരപ്പെടാതെ ഇന്നും രോഗജീവിതത്തിൽ നയിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിനക്കൊരു അവസരം തരിക. കണ്ണുകളച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, എനിക്ക് ഗ്രഹിക്കപ്പെടാൻ നല്ല സമയത്തിനാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യം 800 കോടി ഇതിനാണ് തലമുറകൾ. കർത്താവിന്റെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലമുറകൾ, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, പാർലമെന്റ്, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിൽ ഭരിക്കുന്നവരെ, ജനത്തെ, കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, ഞങ്ങളുടെ BSF, CR അതിർത്തിയിൽ കാക്കുന്നവർ, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, ഞങ്ങളുടെ രഹസ്യാംശങ്ങൾ, പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യറി വിഭാഗങ്ങളെ, മത, സാമൂഹിക, സംസ്കാര സംഘടന, രക്തമാധ്യ, മീഡിയ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, നമ്മുടെ ട്രേഡ് രംഗത്ത്, കൺസ്ട്രക്ഷൻ, മെക്കാനിക്, മോട്ടോർ രംഗത്ത് പ്രവർത്തിക്കുന്ന, യൂണിയൻ രംഗത്തായിരിക്കുന്നവർ, സകല ടാക്സ് ഡ്രൈവേഴ്സിനെയും, കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുക, വാഹന യാത്ര, വാഹന വിൽപ്പന, സെയിൽസ് ചെയ്യുന്നവരെ, നിർമ്മിതാക്കളെ, കടലിലെ വാസികളെ, തീരദേശവാദം, മത്സ്യബന്ധനെ കടന്നു പോയിരിക്കുന്നവർ, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. സകലവിലും പുതുമേഖല, ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, എല്ലാ പൊതുമേഖല, ബാങ്കിൻ മേഖലയിലായിരിക്കുന്നവർക്കായി എല്ലാ മേഖലയിൽ ജനത്തിനെ ഓർത്ത് പ്രാർത്ഥിച്ച്, ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരിക, യുവനത്തിൽ, വാർത്തത്തിൽ, വൃത്തരസന, യാചു, പ്രവർത്തന, ചോട്ട തടവറയിലായിരിക്കുന്ന, മദ്യത്തിന്, മയക്കും, പനശേഖരമാത്രത്തിൽ അടിപ്പെട്ട് കിടക്കുന്നവർ, ലോകം മുകളിൽ ജടികമായ ജീവിതങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന, ഈ ലോകത്തിന്റെ ഈഗിതങ്ങൾക്കകത്ത് വീട് കിടക്കുന്നവരെ, അശുദ്ധിയിൽ ജീവിക്കുന്നവരെ എല്ലാം ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദിവ്യാഗ്രഹികളും, തീവ്രവാദികളും, ഭീകരവാദികളും, വർഗീയവാദികളെയും ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. സകലവിധ അശുദ്ധിയും ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട സുവിശേഷന്റെ ഭാഗമായി യേശുവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കണമേ. കേരളത്തിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ രാജ്യങ്ങളായിരിക്കുന്നവർ, കഷ്ടസഹിക്കും വേദനയിരിക്കുന്നവർ, ദുഃഖിതരായിരിക്കുന്നവർ, ഈടയിലൂടെ കടന്നു പോകുന്നവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം മുഖം കഷ്ടം സഹിക്കുന്ന വേദന ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. രാജ്യത്തെ മണ്ഡലത്തിൽ കഷ്ടപ്പെടുന്നവർ, സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നവർ, നാട്ടിൽ ഭാരം വിദേശ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ, വിവിധ തടസ്സങ്ങൾ ജീവിതത്തിലും ജോലിയിലും ഒക്കെ നേരിടുന്നവർ, ബിസിനസ് ചെയ്യുന്നവരെ, വ്യാപാരികളെ, വ്യവസായികളെ, വഴിയുടെ കച്ചവടക്കാരെ, എല്ലാ കരികളും കമ്പനിയും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, സകല ജനത്തിന്റെ പേര് ദൈവത്തിന് നീതിയുടെ കരമ്പോൾ പ്രമാണസാധനം കൊടുക്കണമേ. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.